ഈ 2019-2020 വർഷങ്ങൾ ലോകത്തിന് മുഴുവൻ കഷ്ടം പിടിച്ചതായിരുന്നു. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. ഒരുപക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്ക ഈ ചൈനയാണ് COVID-19 കാരണമായതും അപ്പം തന്നെ അത് വഷളാക്കിയതും എന്ന് പറഞ്ഞ ഏതാണ്ട് $24 ബില്യൺ നഷ്ടപരിഹാരം പറഞ്ഞുകൊണ്ട് ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു സാഹചര്യം? ഇനി കൂടുതൽ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇതിനെ തുടർന്നുണ്ടാകും. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 20% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരുപക്ഷെ ചൈനയും അമേരിക്കയും തമ്മിൽ വരും ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കുന്നു. കാരണം ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ മിസൗറി എന്നൊക്കെ ഉച്ചരിക്കും, അത് മിസൗറി കോടതി ചൈനയ്ക്കെതിരെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മിസൗറി കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോവിഡിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ചൈന ലോകത്തിന്റെ മുന്നിൽ നിന്നും മറച്ചു വെച്ചു. മാത്രമല്ല അമേരിക്ക നിക്ഷേപമുള്ള ചൈനയിലെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ സമയത്ത്, അതായത് PPE കിറ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ചൈന ദേശീയവൽക്കരിച്ചു തൽക്കാലത്തെ അവസ്ഥയിൽ. ഇത് കാരണം അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് മിസൗറി കോടതി പരിഗണിച്ചത് മിസൗറിക്കുണ്ടായ നഷ്ടങ്ങളാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാനത്ത് ഉണ്ടായ നഷ്ടം അവർ കണക്കാക്കിയത് പ്രകാരം $24 ബില്യൺ നഷ്ടപരിഹാരം ചൈന കൊടുക്കണം എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതൊരു ജില്ല, ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ജില്ല, ആ തരത്തിലുള്ള ഒരു ഡിസ്ട്രിക്ട് കോർട്ടാണ് ഇങ്ങനത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും അങ്ങനെ അവിടുത്തെ ഒരു താഴ്ന്ന കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് വെച്ചിട്ട് ചൈന എന്ത് ചെയ്യാനാണ്, ഈ ഉത്തരവ് എങ്ങനെ നടപ്പാക്കും? അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ മിസൗറിയിൽ ചൈന ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ചൈന വാങ്ങിച്ചിട്ടുണ്ട്. മിസൗറിയിൽ മാത്രമല്ല, അമേരിക്കയിൽ വലിയ നിക്ഷേപം ഭൂമിയിലും ചൈന നടത്തിയിട്ടുണ്ട്. അത് ചൈനീസ് സർക്കാർ നടത്തിയിട്ടുണ്ട്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. ചൈനയിലെ ചില കറപ്റ്റായിട്ടുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ ഭാര്യമാരുടെ പേരിൽ പോലും അമേരിക്കയിൽ വസ്തുവകകളും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാം ഈ ഉത്തരവ് പ്രകാരം. തൽക്കാലം അവർ പിടിച്ചെടുക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അസറ്റുകൾ ഫ്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ യൂറോപ്പില് റഷ്യയുടെ അസറ്റുകൾ പല യൂറോപ്യൻ രാജ്യങ്ങളും അതേതാണ്ട് $300-400 ബില്യൺ മൂല്യമുള്ള റഷ്യയുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഇവിടെയും സംഭവിച്ചാൽ അത് വലിയ തിരിച്ചടികളിലേക്കും വലിയ ഒരു സംഘർഷത്തിലേക്കും നീങ്ങുമാണ്. അതായത് അമേരിക്കൻ കോടതി കണ്ടെത്തിയിരിക്കുന്നത് COVID-19 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചൈന ഇതിന്റെ വിശദാംശങ്ങൾ ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചു വെച്ചു. ഇത് കാരണം ചൈനയിൽ നിന്നുള്ള ആൾക്കാർ വളരെയധികം, അതായത് വിദേശത്ത് ഉള്ളവർ ചൈനയിലെത്തുകയും ചൈനക്കാരായിട്ടുള്ളവർ അമേരിക്കയിൽ വരികയും ഒക്കെ ചെയ്തതിനെ ആദ്യഘട്ടങ്ങളിൽ ആരും തടസ്സപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ തടസ്സപ്പെടുത്താതെ ഒരു സുഗമമായ ഇവരുടെ യാത്ര കാരണം സംഭവിച്ചത് കോവിഡ് മറ്റു പല രാജ്യങ്ങളിലും പകർന്നു. അപ്പോ അമേരിക്ക കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് തന്നെ അമേരിക്ക ഉന്നയിച്ച ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ചൈനയിലെ വുഹാനിലുള്ള ഒരു ലബോറട്ടറിയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള അശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ പുറത്തു പോയിട്ടുള്ള വൈറസുകൾ മൂലമാണ് ഈ കോവിഡ് ഉണ്ടായതെന്നാണ്. ഇതിപ്പോ അത് അല്ല, ഈ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഈ രോഗത്തിന്റെ വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള, രോഗത്തിന്റെ കാരണത്തിലേക്കല്ല ഇപ്പോൾ തൽക്കാലം കോടതി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അമേരിക്കയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ കേസുകൾ ഇപ്പോൾ കോടതികൾ കിടപ്പുണ്ട്. ഈ ആദ്യത്തെ വിധി വന്നു കഴിഞ്ഞാൽ ചറപറാന്ന് അമേരിക്കൻ കോടതികൾ വിധിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ചും പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നു. അമേരിക്കയിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയും ചൈനയുമായിട്ടൊരു താരിഫ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും വളരെ വേഗത്തിൽ കാര്യങ്ങൾ വഷളാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ചൈനയാണ് ഒരുപക്ഷെ US ട്രഷറി ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്ന രാജ്യം. പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും കടമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളിലാണ് വിദേശങ്ങളിൽ നിന്ന് $7 ട്രില്യണോളം എങ്ങാണ്ട് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ചൈനയാണ്. ഈ ട്രഷറി ബോണ്ടിൽ മാത്രമല്ല,
സ്ഥാവര ജംഗമ വസ്തുക്കളിൽ പലതിലും ചൈന നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ പല ഫാക്ടറികൾ ചൈനയിലുമുണ്ട്. ആപ്പിൾ തൊട്ട് പല നമ്മുടെ ടെസ്ലയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ചൈനയിൽ അമേരിക്ക നിക്ഷേപമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു താരിഫ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഈ അമേരിക്കൻ കോടതിയിൽ ഈ കേസ് 2020 മുതൽ ഈ കോടതിയിൽ ഈ കേസ് കിടപ്പുണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ കേസിന്റെ വാദം ഒന്ന് ഊർജിതപ്പെട്ടു. ഇപ്പോഴും അതിന്റെ പിന്നിൽ ഒരു ഒരു ഇസ് ദർ എ മെത്തേഡ് ഇൻ ദ മാഡ്നസ് എന്നുള്ള ഒരു ചോദ്യം അത് വരുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയിലെ നിരീക്ഷകർ പലരും പറയുന്നത് അവിടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം കേസുകൾ ഇനി വളരെയധികം കിടപ്പുണ്ട്. അമേരിക്കയിലെ അറ്റോർണിമാർക്കൊക്കെ ഇനി ഒരു ചാകരയാണ്. കാരണം ഈ കേസ് വാദിക്കുമ്പോൾ വലിയ തുകകൾ കിട്ടും. കാരണം ഇതൊരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചൈനയ്ക്കും അമേരിക്കൻ കോടതികളിൽ ഇനി കേസ് നടത്തേണ്ടി വരും. അപ്പോൾ ചൈന വലിയ തുക ഫീസ് കൊടുത്തിട്ട് അമേരിക്കൻ അറ്റോർണികളെ ഇത് ഏർപ്പെടുത്തും. ചുരുക്കി പറഞ്ഞാൽ കേസിന്റെ ഒരു ബഹളമായിരിക്കും ഇനി കോടതികളിൽ. ഇത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ, അതായത് അമേരിക്ക ചൈന ബന്ധങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വഷളാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കാര്യങ്ങളെത്തും. ഈ കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ അമേരിക്കയിലെ വാഷിങ്ടണിലെ ചൈനീസ് അംബാസഡർ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു. അപ്പം ചൈനയുടെ ഔദ്യോഗിക പ്രതികരണം അനുസരിച്ച് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഒരു വിധി പറയാൻ അമേരിക്കയിലെ ഒരു കോടതിക്ക് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ അമേരിക്കയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈനയുടെ കോടതികളും വിധി പറയാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതിനാൽ ഈ വിധി അംഗീകരിക്കപ്പെടാൻ പറ്റാത്തതും ഇത് ഔചിത്യമില്ലാത്തതുമാണെന്നാണ് ചൈനീസ് അംബാസഡർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം അമേരിക്കയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിധിക്കെതിരെ അവര് മുകളിലുള്ള കോർട്ടുകളിലേക്ക് അപ്പീലും. അപ്പോൾ അങ്ങനെ അപ്പീൽ പോയി കഴിയുമ്പോഴേക്കും അടുത്ത വീണ്ടും ഒരു വാദം അവിടെ നടക്കും. ചുരുക്കി പറഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ വലിയ ഒരു നിയമയുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇത് ഒരു ഭാഗത്ത് നിയമയുദ്ധം നടക്കുമ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിക്കും. കാരണം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ ചൈന അത് കൈകാര്യം ചെയ്തതിനെ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല യൂറോപ്പും പാശ്ചാത്യ ലോകങ്ങളും ഇന്ത്യക്ക് പോലും ഇതിനകത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോടതി വിധി ഇവിടെ വരുമ്പോൾ ഇതിൽ പല രാജ്യങ്ങൾക്കും ഇതൊരു പിടിവള്ളിയാണ്. അപ്പോൾ പല രാജ്യങ്ങളും ചൈനയിൽ നിന്ന് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെടും. അപ്പം ഞാൻ പറഞ്ഞ ഇതൊരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്ന ഇതാണ്. ഒരു മോശമായ സംഭവം നിരവധി മോശമായ സംഭവങ്ങളിലേക്ക് പോകും. അങ്ങനെ ഇതൊരു വല്ലാത്ത ഒരു കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഒരു ഭൂതത്തെ പോലെ ഈ ഒരു വിധി പലയിടത്തും കറങ്ങി നടക്കും. ഇതിൽ നിന്നും വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ചൈന അമേരിക്കയും തമ്മിലുള്ള എതിർപ്പുകളുള്ള മേഖലയിൽ ചൈന അതിൻ്റെ എതിർപ്പ് കുറച്ചുകൂടെ അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. മറ്റ് രാജ്യങ്ങളെ പോലല്ല ചൈന അമേരിക്കയുടെ മുഖത്ത് നോക്കി ചൈന എതിർക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ സൗത്ത് ചൈന സീ, അതുപോലെ ഈസ്റ്റ് ചൈന സീ ഇവിടങ്ങളിലൊക്കെ തൈവാനും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇവിടെ എല്ലാം തന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ ഈ നേവികൾ തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ട്. അപ്പോൾ ചൈന പലപ്പോഴും അമേരിക്കയുടെ ഇന്ത്യൻ നേവിയുടെ ഒക്കെ പലപ്പോഴും വളരെ അടുത്തുകൂടി കപ്പൽ ഓടിച്ചിട്ട് ഇതിൽ കൊണ്ട് ഉരസാനൊക്കെ നോക്കും. പക്ഷെ ചെറിയ രാജ്യങ്ങളെയൊക്കെ ആണെങ്കിൽ അവർ അവരുടെ കപ്പലുകളെ തന്നെ തകർത്ത് കളയും. ഫിലിപ്പൈൻസിന്റെ, ഇന്തോനേഷ്യയുടെ, വിയറ്റ്നാമിന്റെ ഒക്കെ ബോട്ടുകൾ കൊണ്ട് ചൈനയുടെ കപ്പലുകൾ ഇടിക്കും. ചൈന നേരിട്ട് യുദ്ധം ചെയ്യില്ല. ചൈനയ്ക്കറിയാം ഒരു യുദ്ധം എന്ന് പറയുന്നത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് നഷ്ടമുണ്ടാകും. ചൈന പോരാട്ടം കൂടാതെ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നിയമയുദ്ധം, പ്രൊപ്പഗൻഡ വാറ്, അതുപോലെ താരിഫ് വാറ് എന്ന് വേണ്ട ഫിസിക്കൽ അറ്റാക്കിന്റെ അടുത്തെത്തുന്നവരെ എല്ലാ തരത്തിലുമുള്ള ഒരു ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടം തിരിച്ചു വരാൻ പോവുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ പൊതുവെ ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.